ജിംനിയുടെ പല റിവ്യൂ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മളൊരു ആക്സിഡന്റ് റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നത്. ആക്സിഡന്റ് റിവ്യൂ വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ഒരു വണ്ടി തട്ടിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ വണ്ടി നമ്മളെ ചതിച്ചതല്ല, മറ്റൊരാളുടെ വണ്ടി അയാളെ ചതിച്ചതാണ്. നിർത്തിയിട്ടിരുന്ന വണ്ടിയിലോട്ടാണ് കൊണ്ടത്. ഞങ്ങളെ നോയിക്കൊണ്ടിരിക്കുന്നു, വണ്ടി ഇങ്ങനെ വരുന്നു, ഇടിക്കുന്നു. ഞങ്ങൾ ആക്ച്വലി ഇന്ന് വെഞ്ഞാറമൂട് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം നമുക്കൊന്ന് ഫ്രീ ആവാം. കാര്യം നാളെ തൊട്ട് നമുക്ക് അടുത്ത യാത്രകൾ തുടങ്ങുകയാണ്. വെഞ്ഞാറമൂട് ആണ് നമ്മുടെ സ്ഥലം. അപ്പം ലെനയുടെ വീട് വെഞ്ഞാറമൂട് റോഡിന്റെ സൈഡാണ്. ഭയങ്കരമായിട്ട് തിരക്കും വണ്ടിയും പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അത്രയും സൂക്ഷിച്ചേ നമ്മൾ എടുക്കാറുള്ളൂ. വണ്ടി എടുത്ത് വെളിയിലോട്ട് ഇറങ്ങി റോഡ് സൈഡിൽ ഇട്ടിട്ട് ഹരി ഇറങ്ങി ഗേറ്റ് അടച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം നമ്മളവിടെ നിർത്തിയിട്ടേക്കുന്ന ഹരി കയറാനായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് ഒരു വണ്ടി ഇങ്ങനെ ഓടി വരുന്നത്. ഒത്തിരി വണ്ടികൾ പോകുന്നുണ്ട്, പിറകെ ഒരു വണ്ടിയും വരുന്നുണ്ട്. ഞങ്ങളിങ്ങനെ നോക്കുന്നു. നോക്കിയപ്പോ വണ്ടി അടുത്തടുത്തോട്ട് വരുന്നു. വെച്ചാൽ റോഡിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ റോഡിന്റെ സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു. അപ്പൊ എന്തായാലും അങ്ങനെ വന്ന് വണ്ടി തട്ടി. അപ്പൊ എന്താണ് അതിന്റെ കാരണമെന്ന് അറിയത്തില്ല. എന്തായാലും വണ്ടി തട്ടി. അപ്പം ഡാമേജസ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബമ്പർ പോയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് പോയിട്ടുണ്ട്. ഇത് ഹെഡ്ലൈറ്റ് ആണ് ഇതിൽ നല്ല വില വരാൻ പോകുന്ന ഒരു കാര്യം. ഇതിൽ LED ഹെഡ്ലൈറ്റ്സ് ആണ് ഇത് കണക്കത്തെ. പക്ഷെ അത് പോയി. പിന്നെ വേറൊരു ഭാഗ്യം ഉണ്ടായിരുന്നു വെച്ചാൽ വന്നവരും ഭയങ്കര സ്പീഡൊന്നും അല്ല വന്നേ. അവരൊരു സ്ലോ സ്പീഡിലാണ് വന്നത്. പക്ഷെ അവര് വണ്ടി കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും പറ്റി ഇനി പറഞ്ഞിട്ടോ കാര്യമില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകാനായിട്ട് ഈ സൈഡിലോട്ട് പോകാനായിട്ട് നിൽക്കുന്നു. അപ്പം ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് അടുത്തെത്തിയപ്പോൾ തന്നെ നമ്മൾ ഞാൻ നല്ലപോലെ ഹോൺ അടിച്ചു. പക്ഷെ ഒന്നും കേട്ടില്ല. പിന്നെ ഈ ഒരു ഗ്രില്ല് പോയി. പിന്നെ ഇവിടെ പാടുണ്ട്. ദൈവം സഹായിച്ച് ബോണറ്റിൽ ഇടി വീണില്ല. ബോണറ്റിൻ്റെ സൈഡ് മാത്രം വന്നു. പക്ഷേ ഈ സൈഡ് പീസ് കംപ്ലീറ്റ് ആയിട്ടങ്ങ് ഊരി തെറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് അകത്തോട്ട് മെയിൻ ആയിട്ടുള്ള അങ്ങനെയൊന്നും വന്നില്ല. ഈ സൈഡില് അല്ലേ അതെ പരിഹരിക്കാൻ പറ്റുന്ന അല്ല. മെയിൻ വിഷമം എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു കുറച്ച് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് നടക്കത്തില്ല. പക്ഷെ ആ പുള്ളിക്ക് എന്തായാലും വലിയ ഇടി നടന്നേനെ അല്ലേ. ആ വന്ന വരക്കത്തിനാണെന്നുണ്ടെങ്കിൽ സൈഡിനോട്ട് അത് സ്പീഡ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി തട്ടിയാണ് പെട്ടെന്ന് അലേർട്ട് അയാൾ. ഇല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് അവർക്കും ആലോചിക്കുമ്പോൾ അവരുടെ കാര്യത്തിലും വിഷമമുണ്ട്. ഇപ്പൊ എന്തായാലും രണ്ടുപേർക്കും വണ്ടിക്ക് പ്രശ്നമുണ്ട്. പിന്നെ നമുക്കാണ് കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ, അവരുടെ വണ്ടിയേക്കാൾ കൂടുതൽ. അതെ, നമുക്ക് സൈഡ് ഇങ്ങനെ അങ്ങ് പോയി. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു പോയത് നമ്മുടെ കയ്യിലാണ്. അവരുടെ ഒരു സ്ക്രാച്ച് പോലത്തെ ഒരു സംഭവമാണ് വന്നിട്ടുള്ളത്. പിന്നെ വേറെ ടയറിനും വീലിനും ഒന്നും കുഴപ്പമില്ലാന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും കൊണ്ടുപോയി കാണിക്കുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മുടെ ജിംനി എടുത്ത സ്ഥലത്ത് തന്നെ കൊടുത്ത എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നാളത്തേക്കായിരിക്കും അല്ലേ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. വേറെ കുഴപ്പമില്ല. പക്ഷെ ഈ ലൈറ്റ് പൊട്ടിയില്ലാന്ന് വിചാരിക്കുന്നത്. വെളിയിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അകത്തേക്ക് അറിയത്തില്ല. എന്തായാലും കൊണ്ട് കാണിക്കുമ്പോൾ അറിയാം. പിന്നെ ഇതൊന്നും കുഴപ്പമില്ലെന്ന്. പക്ഷേ ഈ ഡോർ തുറക്കാൻ പറ്റുന്നില്ല, ജാം ആവുന്നുണ്ട്. അകത്തോട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ സൈഡിലെത്തതല്ലേ. അയ്യോ, ഇതുമൊക്കെ ഇളവിയിട്ടുണ്ട്. ജിമ്മിയുടെ യൂസർ റിവ്യൂ പറയുന്ന പതുക്കെ വന്ന് ഇടിച്ചപ്പോ ഇതെല്ലാം കൂടെ പറഞ്ഞു പോയതല്ല. നമ്മൾ ഉദ്ദേശിച്ചത് ഓവർ സ്പീഡൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചതല്ലേ. അല്ല, വണ്ടി അല്ലാതെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു 40-50 ആ ഒരു റേഞ്ചിലായിരിക്കും വന്നിട്ടുണ്ടാവും. വന്ന് ഇന്ന് അടുത്തെത്ര മീൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്തായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളിത് വരുന്നതും എടുക്കുന്നു. കാരണം വെച്ചാൽ നമുക്ക് ബാക്കിലോട്ട് എടുക്കാനെന്നുള്ള സ്പേസോ അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള ടൈമോ ഒന്നുമില്ല അല്ലേ. അതിനിടയ്ക്ക് വന്നു പെട്ടപ്പെട്ട ഇടിച്ച്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നടക്കേണ്ടത് നടന്നു. അങ്ങനെ ഒരു വിഷമകരമായ ഒരു കാര്യം നടന്നിരിക്കുകയാണ്. കാര്യം ഇതുവരെയ്ക്കും അങ്ങനെ നമുക്കൊരു ഇതുകളൊന്നും തന്നിട്ടില്ലാത്ത വണ്ടിയാണ്. അല്ല, വണ്ടികളായിരുന്നു നമ്മുടെതെല്ലാം ഏകദേശം. പക്ഷെ ഇതും നമ്മുടെ അങ്ങനെ നമ്മള് കൊണ്ടുപോയി അങ്ങനെ ഇടിച്ചൊന്നും പറയാനും പറ്റത്തില്ല. ജസ്റ്റ് വന്നു തട്ടി. അതാ പറഞ്ഞ വണ്ടി ചതിച്ചതല്ല. അവരുടെ വണ്ടി അവരെ ചതിച്ചതാണല്ലോ. നമ്മുടെ വണ്ടി നമ്മുടെ ചതിച്ചതല്ല. ഹരി വെളിയിക്കായിരുന്നു അല്ലേ, നല്ല സൗണ്ട് ഉണ്ടായിരുന്നല്ലേ. അവൻ ഗേറ്റ് അടച്ചിട്ട് അങ്ങോട്ട് വരും. പെട്ടെന്ന് നോക്കിയപ്പോ പടയെന്ന് ഇടിയും വീണ്. സീക്കുട്ടി പേടിച്ചു പോയായിരുന്നു. അത് കഴിഞ്ഞ് കരച്ചിലായിരുന്നു പെട്ടെന്ന്. പിന്നെ വണ്ടി കണ്ടപ്പോ എന്റെ അടുത്ത് തോന്നുന്നു ജിംനി പോയി എന്ന്. ശരിയാക്കി എടുക്കാടാ, ഒന്നും കുഴപ്പമില്ല. സീക്കുട്ടിയുടെ ഫേവറേറ്റ് വണ്ടിയാണ് ജിംനിയുടെ. അതെ, അപ്രതീക്ഷിതമായിട്ട് ഇതിനകത്തോട്ടുള്ളതിലൊന്നും അങ്ങനെ ഇടിയൊന്നും വീണിട്ടില്ല. ഞാൻ ബോണറ്റ് തുറന്നു നോക്കിയാൽ കുഴപ്പമൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും അകത്തൊന്നും കാണുന്നില്ല. ഇനി കൊണ്ടുചെല്ലുമ്പോൾ അറിയാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എന്തായാലും ജിംനിയുടെ വിശേഷങ്ങൾ. നമ്മൾ
ജെമിനി ഒന്ന് പിണങ്ങിയതായിരിക്കും ചിലപ്പോ XUV വന്നപ്പോഴത്തേക്ക്. കുറച്ച് ദിവസത്തിന് ശേഷം എടുത്തതുകൊണ്ട് അതെ, ജിമ്മിയുടെ കുറ്റമല്ല, കണ്ണിക്കൊള്ളാനുള്ളത് കൊണ്ടുപോയി വിചാരിക്കാം. കാരണം എന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറ്റിയാലും നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അങ്ങോട്ടങ്ങോട്ടായിരുന്നു നല്ല ഇടി കിട്ടിയാനെ, അകത്തോട്ട് കയറിയാനെ, ബാക്കി നിൽക്കുന്ന ഹരിക്കും കിട്ടിയാനെ ജിമ്മിയുടെ എന്നൊരു ഇടി. എന്തായാലും സൈഡിലായി ഇതിന്റെ ക്ലെയിം ഒക്കെ മേടിച്ചെല്ലാം ഓക്കെ ആക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ, ബൈ.